പുതിയ സാമ്പത്തിക വർഷം ഗവൺമെന്റ് ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് കടമെടുക്കാനുള്ള ആദ്യ അവസരത്തിന് തക്കം പാർത്ത്. അതായത് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് സംസ്ഥാനത്തിന് ഒരു വർഷം കടമെടുക്കാവുന്നത് പ്രതീക്ഷിക്കുന്ന ആഭ്യന്തര മൊത്ത വരുമാനം ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അതിന്റെ 3%. ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ 2024-25 ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്ന ആഭ്യന്തര മൊത്ത വരുമാനം എത്രയാണ് നമുക്ക് നോക്കാം. 13,11,436.69 കോടി രൂപ. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം, 13,11,436.69 കോടി രൂപയാണ് ഈ വർഷത്തെ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്ന GSDP. അപ്പൊ അതിന്റെ 3% കടമെടുക്കാവുന്നത്. അതിന്റെ 3% എന്ന് പറഞ്ഞാല് 39,343 കോടിയാണ്. അതിന്റെ 3% എന്ന് പറയുന്നത് 39,343.10 കോടി രൂപയാണ്. 44,528 കോടി കടമെടുക്കും എന്നാണ് ബജറ്റ് ഡോക്യുമെന്റിൽ നമ്മുടെ ധനമന്ത്രി ശ്രീ ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷെ കേന്ദ്രം അനുവദിച്ചത് ഈ 2 തുകയല്ല. ഞാൻ കണക്കുകൂട്ടി പറഞ്ഞ 13,11,436.69 കോടി GSDPയുടെ 3% എന്ന് പറയുന്നത് 39,343 കോടിയാണ്. അത്രയുമാണ് യഥാർത്ഥത്തിൽ FRBM ആക്ട് അനുസരിച്ച് സംസ്ഥാനത്തിന് കടമെടുക്കാവുന്നത്. പക്ഷേ സംസ്ഥാനം കടമെടുക്കാൻ ആഗ്രഹിച്ചത് 44,528 കോടിയാണ്. എന്ന് വെച്ചാൽ ഈ 3%-ലും കൂടുതൽ കടമെടുക്കണമെന്നാണ് സംസ്ഥാനം ആഗ്രഹിച്ചത്. ഇനി കേന്ദ്രം അനുവദിച്ചത് എത്രയാണ്? ഈ 2 തുകയുമല്ല, കേന്ദ്രം അനുവദിച്ച തുക 37,512 കോടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്ര മാറ്റം വന്നത്? അതായത് സംസ്ഥാനം ആഗ്രഹിച്ചതിലും കേന്ദ്രം അനുവദിച്ചതും തമ്മിൽ 7,016 കോടിയുടെ വ്യത്യാസമുണ്ട്. കേന്ദ്രം കൊടുക്കാൻ അനുവദിച്ചതും സംസ്ഥാന ഗവൺമെന്റ് ആഗ്രഹിച്ചതും തമ്മിൽ 7,016 കോടിയുടെ വ്യത്യാസമുണ്ട്. അപ്പം ഇതിനിടയ്ക്ക്, അതായത് ഈ FRBM ആക്ടിന്റെ 3% എന്ന് പറയുന്നത് ഒന്നുമല്ല ഇവിടെ ഇഷ്യൂ ആയിട്ട് വരുന്നത് എന്താണ്? കിഫ്ബി വഴിയും പെൻഷൻ, അതായത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയുമൊക്കെ സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിരുന്ന കടം, ആ കടം ഭാഗികമായിട്ട് ഈ വർഷത്തെ ബജറ്റ് ഡോക്യുമെന്റിൽ ഒരു ഭാഗം ഉൾപ്പെടുത്തുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം തന്നെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷാവസാനം കടം എടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ വരെ സംസ്ഥാന ഗവൺമെന്റ് പോയത്. അപ്പോൾ അന്നേരം സുപ്രീം കോടതിയിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യം അറിയിച്ചിരുന്നു. പരിധി വിട്ട് കടമെടുക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇങ്ങനെ കേരളം കടമെടുത്ത് മുൻപോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് നിയന്ത്രണങ്ങൾ പാലിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതേ നിയന്ത്രണങ്ങൾ അവര് അതേ അളവിൽ തന്നെ ഈ വർഷത്തേക്ക് നീട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാവുക. അതായത് ശരിക്കു പറഞ്ഞാല് സംസ്ഥാന ഗവൺമെന്റ് ആഗ്രഹിച്ചതിനേക്കാൾ 7,016 കോടി കുറവ് കടമെടുക്കാനാണ് കേന്ദ്രം അനുമതി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് വെക്കാം. പക്ഷെ അതിന്റെ ആദ്യ ഗഡു കടമെടുക്കാനുള്ള പെർമിഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും സംസ്ഥാന ഗവൺമെന്റ്? അതിനൊക്കെ ഒരു സമയക്രമമുണ്ട്. അപ്പോൾ ഇപ്പോൾ സംസ്ഥാനം ഈ 2 സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന്റെ 2 ഗഡു കൊടുത്തു. എങ്ങനെ കൊടുത്തു? അത് റിസർവ് ബാങ്കിൽ നിന്നെടുത്ത വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസിൽ നിന്നാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ടിന്റെ 2 ഗഡു കൊടുത്തത്. അത് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എടുത്തു കൊടുക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അതായത് എലക്ഷൻ നമ്മുടെ കാൽച്ചുവട്ടിൽ വന്നു നിൽക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അതല്ലാതെ ഈ പാവപ്പെട്ടവരെ അങ്ങ് ചേർത്ത് പിടിച്ചു കളയാം എന്ന് വിചാരിച്ചാണ് എന്ന് തോന്നുന്നില്ല. എന്തായാലും 2 ഗഡു, ഇനിയും 5 ഗഡു കിടക്കുകയാണ്, കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. അത് എങ്ങനെ കൊടുക്കും, എപ്പോൾ കൊടുക്കും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഓക്കെ, എനിഹാവ്, അപ്പോൾ ഇങ്ങനെ കടം കൊടുത്ത് മുന്നേറുമ്പോഴും ശ്രീ ബാലഗോപാലിന്റെ അഭിപ്രായത്തിൽ സംസ്ഥാനത്തെ ഞെരുക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേന്ദ്രം.
സംസ്ഥാനത്തിന്റെ വികസനത്തിനൊക്കെ പാര വെക്കത്തക്ക രീതിയിലുള്ള സാരോപദേശങ്ങളുമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് മുന്നേറുന്നു എന്നാണ് ശ്രീ ബാലഗോപാൽ പറയുന്നത്. അദ്ദേഹത്തിന് ശക്തമായ പ്രതിഷേധമുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന് തന്നെ കേന്ദ്രത്തിന്റെ ഈ നയത്തോട് ശക്തമായ പ്രതിഷേധമുണ്ട്. അപ്പം അങ്ങനെ പ്രതിഷേധം ഉണ്ട് എന്നതുകൊണ്ട് മാത്രം കേന്ദ്ര ഗവൺമെന്റിനെ ഒരു പാഠം പഠിപ്പിക്കാൻ കഴിയുകയില്ല. മറിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം കേന്ദ്രത്തിനെ എതിർക്കാനുള്ള പല സാധ്യതകളും മുൻപിൽ നിൽക്കുന്നുണ്ട്. ഒന്നാമത് തന്നെ സെസ്, അതായത് 15ാം ധനകാര്യ കമ്മീഷൻ 14ാം ധനകാര്യ കമ്മീഷൻ കേന്ദ്ര പൂള് 32% നിന്ന് 42% വർദ്ധിപ്പിച്ചപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അത് കുറച്ചുകൂടി വെട്ടിക്കുറച്ച് താഴേക്ക് കൊണ്ടുവരാൻ, അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 14ാം ധനകാര്യ കമ്മീഷൻ, അന്ന് ആ 13ാം ധനകാര്യ കമ്മീഷനിൽ 32% സെൻട്രൽ പൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, ഈ 4 പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളും സെൻട്രൽ ഗവൺമെന്റിന്റെ പൂളിലേക്കാണ് പോകുന്നത് പൂർണ്ണമായിട്ടും. ആ പൂളിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് അത് ഷെയർ ചെയ്യപ്പെടുന്നു. ആ ഷെയർ ചെയ്യുന്ന രീതിയെയാണ് ഫിനാൻസ് കമ്മീഷൻ തീരുമാനിക്കുന്നത്. എന്തുമാത്രം ഏതൊക്കെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ആ തീരുമാനം, അതായത് 13ാം ധനകാര്യ കമ്മീഷൻ വരെ അത് 32%. 14ാം ധനകാര്യ കമ്മീഷൻ ആണ് YV റെഡ്ഡി ചെയർമാൻ ആയിരുന്ന 14ാം ധനകാര്യ കമ്മീഷനാണ് 32% നിന്ന് 42% അതിന് ഒറ്റയടിക്ക് ഉയർത്തുന്നത്. അപ്പൊ അതിനെ തിരിച്ച് താഴേക്ക് കൊണ്ടുവരണം, 33-ലേക്കെങ്കിലും കൊണ്ടുവരണമെന്ന് നരേന്ദ്രമോദി ആഗ്രഹിച്ചു. അത് ചെയർമാനോട് ആവശ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹം അനുകൂലിച്ചില്ല. അദ്ദേഹം അതിന് വഴി വെച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഇല്ല, സംസ്ഥാനങ്ങൾക്ക് ധന സമാഹരണത്തിലെ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് സെൻട്രൽ പൂളിൽ നിന്ന് അർഹതയുള്ളത് കൊണ്ട്. കാരണം ഈ പറയപ്പെട്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 4 തരം വരുമാനവും സംസ്ഥാനങ്ങളുടെ പരിധിയിൽ നിന്നാണ് കേന്ദ്രം സ്വന്തം അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അവർക്ക് അതിന്റെ ഒരു 40-42% അർഹതയുള്ളതാണ് എന്ന് തന്നെ YV റെഡ്ഡി ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാണ് അത് നടക്കാതിരുന്നത്. പക്ഷെ അതിനുശേഷം നരേന്ദ്രമോദി ഗവൺമെന്റ് എടുത്ത ഒരു നയം എന്തായിരുന്നു? ശരി എങ്കിൽ ഞങ്ങൾ കണ്ടോളാം, സെസ് വഴിയും സർചാർജ് വഴിയും സംസ്ഥാനങ്ങളെ പ്രതിരോധത്തിലാക്കുക. ആ നയമാണ് കേന്ദ്ര ഗവൺമെന്റ് അതിനുശേഷം പിന്തുടർന്നത്. ആ പിന്തുടർച്ചയുടെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? 2017-18 2023 ഇടയ്ക്ക് 133% വർധനവാണ് സെസ്സിലുണ്ടായത്. അതായത് സെൻട്രൽ പൂളിലാകെ ശേഖരിക്കപ്പെടുന്ന നികുതി വരുമാനത്തിന്റെ 10% 2010 വരെ സെസ്സായിട്ട് ഗവൺമെന്റ്, അതായത് UPA ഗവൺമെന്റ് സെസ്സായിട്ട് വാങ്ങിയിരുന്നത് വെറും 10%, സെൻട്രൽ പൂളിന്റെ 10%. അത് 2017-18 ആയപ്പോഴത്തേക്കും 18%, 18.1% നരേന്ദ്രമോദി വർദ്ധിപ്പിച്ചു. തീർന്നില്ല, 2023 ആയപ്പോഴത്തേക്കും അത് 28% വർദ്ധിപ്പിച്ചു. അത്ര എടുത്തുചാട്ടമാണ് സെസ് വഴിയുള്ള വരുമാന സമാഹരണത്തില് സെൻട്രൽ ഗവൺമെന്റ് നടത്തിയത്. എന്ന് വെച്ചാൽ ഇത്രയേറെ സെസ് അതായത് സെൻട്രൽ നികുതിയുണ്ട്, ആ നികുതിക്ക് മേലാണ് സെസ് എന്ന് പറയുന്നത് നികുതിക്ക് മേൽ നികുതിയാണ്. അപ്പൊ അങ്ങനെ സെൻട്രൽ ടാക്സിന് മുകളിലാണ് സെൻട്രൽ സെസ് വരുന്നത്, അതിന്റെ ഒപ്പമാണ് സർചാർജും വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം സംസ്ഥാനങ്ങൾ അത്തരം ഉൽപ്പന്നങ്ങളിലൊക്കെ, അതായത് GSTയിലോ ഒക്കെ വരുന്ന ഉൽപ്പന്നങ്ങളാണെങ്കിൽ അതിലൊക്കെ, ഇപ്പൊ GST സെസ് കേന്ദ്ര ഗവൺമെന്റ് ചുമത്തിയിരുന്ന GST സെസ് തന്നെ നമുക്ക് എടുക്കാം. GST സെസ് എന്തിനാണ്? GST ഉള്ള എല്ലാ ഉൽപ്പന്നങ്ങളിലും ഒരു സെസ് ഉണ്ടായിരുന്നു. അതെന്തിനാണ് ആ സെസ് ഏർപ്പെടുത്തിയിരുന്നത്? അതായത് കോമ്പൻസേഷൻ, സംസ്ഥാനങ്ങൾക്ക് GST വിഹിതത്തിൽ കുറവ് വന്നാൽ കോമ്പൻസേഷൻ കൊടുക്കാൻ. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ കൊടുക്കാൻ ഒരു സെസ് എന്ന് പറഞ്ഞതുപോലെ സാധാരണ നികുതിയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന നികുതികൾക്ക് മേൽ ചുമത്തുന്ന നികുതിയാണ് സെൻട്രൽ സെസ്.
സെൻട്രൽ സർചാർജ്, ഇവയൊക്കെ. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുക? സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നികുതി ചുമത്തുന്നതിന് അതായത് ഒരു ബുദ്ധിമുട്ട് വരും. ഇത്രയും നികുതിയും പിന്നെ സെസ്സും സർചാർജും ഒക്കെ ഇട്ടതിന്റെ മേലെ പിന്നെ സംസ്ഥാനത്തിന്റെ നികുതിയും കൂടെ വരുമ്പോഴത്തേക്കും അതിനൊക്കെ കണക്ക് പറയേണ്ടത് ജനങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് അല്ല, സംസ്ഥാന ഗവൺമെന്റാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. അപ്പൊ അങ്ങനെ സംസ്ഥാനങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് 15ാം ധനകാര്യ കമ്മീഷൻ തൊട്ടിങ്ങോട്ട് എടുത്തു. അതായത് 2014-15 മുതലുള്ള കാലഘട്ടത്തില് അത് 14ാം ധനകാര്യ കമ്മീഷന്റെ കാലം മുതൽ ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷന്റെ കാലമാണ് ഇപ്പോഴും തുടർന്നു പോകുന്നത്. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഈ കടം എടുക്കുന്നതിൽ, അതായത് കിഫ്ബി വഴി കടം എടുക്കുന്നതും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴി കടമെടുക്കുന്നതൊക്കെ അനുവദനീയമാക്കണം എന്നൊക്കെ പറഞ്ഞ് മുറവിളി കൂട്ടുന്നതിന് പകരം സെസ്സും സർചാർജും കൂട്ടി സംസ്ഥാനങ്ങളെ പ്രതിരോധത്തിലാക്കുന്നതിന് എതിരായ തരത്തിൽ സുപ്രീം കോടതി ഇടപെടണം എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതിയിൽ പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ അനുകൂലമായ നിലപാട് കേന്ദ്രത്തിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകും. കാരണം ഈ കണക്കുകളൊക്കെ കൃത്യമായിട്ട് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ സുപ്രീം കോടതിക്ക് അറിയാം സംസ്ഥാനങ്ങളെ മനഃപൂർവ്വമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്ന്. അത് തെളിയിച്ച് സംസ്ഥാനങ്ങൾ അവരുടെ പിന്നെ അവകാശം സംരക്ഷിക്കുകയാണ് വേണ്ടത്, ഫെഡറൽ തത്വങ്ങൾ സംരക്ഷിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വീണ്ടും കടമെടുക്കാനുള്ള പരിധി ഉയർത്തി കിട്ടാൻ, അല്ലെങ്കിൽ ഈ കിട്ടുന്ന കടം പോരാ എന്നൊക്കെ പറഞ്ഞ് സംസ്ഥാന ഗവൺമെന്റ് ഇരിക്കുന്ന